ഹലോ. അപ്പം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, കുറേ നാൾ പിണങ്ങി നിന്നിരുന്നൊരു മുല്ലയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചപ്പോഴത്തേനും നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ഞാൻ പെട്ടെന്നൊന്ന് ഷോപ്പിങ്ങിന് പോയായിരുന്നു, 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഈ മാറാലക്കോല അത്യാവശ്യമായിരുന്നു, അപ്പോൾ അതെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഐറ്റംസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ക്ലീനിങ്ങിന് ആവശ്യമുള്ള 2 ഐറ്റംസ് അതും കൂടി നിങ്ങളെ കാണിക്കാം. ദാ ഈ ഒരു മാജിക് ടവൽ ഓൾ പർപ്പസ് ക്ലോത്ത്. അപ്പോൾ ഈ കാര്യങ്ങളുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ്, ഫ്രിഡ്ജ്, പിന്നെ ബാത്റൂം ടൈൽസ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ നമ്മുടെ മുടി ഉണങ്ങി കെട്ടിവെക്കാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനതിങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്നും ഒരു കറക്റ്റായില്ല. അതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നല്ല അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ള ഒരു ടവലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് മെയിൻലി നമ്മുടെ ഫ്രിഡ്ജും മിക്സിയും ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു തുണി അതവിടെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാനിതിൻ്റെ റിവ്യൂ പറയാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൺഡേ വാങ്ങിച്ച സംഭവങ്ങൾ. അപ്പോൾ സൺഡേ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് കടമക്കുടീൻ്റെ അടുത്തായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ സ്ഥിരം സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഡ്രൈവും വിഷ്വൽസും ഒക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും സൺസെറ്റൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല, പക്ഷെ ആ ഉള്ള സമയം നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ എത്ര വട്ടം വന്നാലും ഞങ്ങൾക്ക് ഒരു മടുപ്പുമില്ല കേട്ടോ ഇവിടെ വരാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്തില്ല, വേഗം തന്നെ തിരിച്ചു. പിന്നെയാണ് ഡിസൈഡ് ചെയ്തത് വൈകുന്നേരത്തെ ഫുഡ് ലുലു ഒന്ന് കഴിക്കാമെന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കഴിച്ചിരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഗലീറ്റോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡൊക്കെ. അപ്പോൾ കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം അവിടെ നിന്ന് കഴിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ സാധാരണ ഫ്രഷ് സാലഡും അതിൻ്റെ കൂടെ ഗ്രിൽഡ് വെജിറ്റബിൾസും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് നമ്മൾ തൊട്ടടുത്ത് തന്നെ ബർഗർ കിങ്ങിൽ നിന്ന് ബർഗർ വാങ്ങി പാഴ്സൽ വാങ്ങിപ്പോയി. അതുപോലെ ഇപ്പം സ്പാർക്കീസും അങ്ങനെയുള്ള പ്ലേ ഏരിയ അങ്ങനത്തെ ഏരിയ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. സൺഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ലുലുവിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബുള്ളറ്റ് ജേർണലിൽ, പക്ഷേ ഈ മാർക്ക് ചെയ്യുന്നത് സൺഡേക്ക് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗിലിടുന്നത് കേട്ടോ. അപ്പോൾ ബലൂൺസിനെല്ലാം ഓരോരോ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് എങ്ങനെ വരും നമുക്ക് നോക്കാം. പിന്നെന്താ, കുറച്ച് റെഡ് മാർക്സും കുറച്ച് ഗ്രീൻ മാർക്സും. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഗ്രീനും ചെയ്യാത്തതിന് റെഡും. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് റെഡ് വന്നേക്കുന്നത് വർക്കൗട്ടിനാണ്. ബാക്കിയെല്ലാം അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്രീൻ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ശരിക്കും ആ വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ശരിക്കും കറക്റ്റ് മനസ്സിലാവും കേട്ടോ നമ്മൾ എവിടെയാണ് മിസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ ഏതാണ് മിസ്സിങ് എന്നുള്ളത്. പിന്നെ ഇതാ മന്ത്ലി ക്ലീനിങ് ടാസ്കുകളും അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 2 ഗ്രീൻ കിട്ടി, 1 റെഡ് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ അറിയാലോ ഏതൊക്കെ ടാസ്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്ത ടാസ്കുകൾ നമുക്ക് അടുത്ത മന്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. മീൽ പ്ലാനിങ് പിന്നെ ഞാൻ എന്താ പെൻസിൽ വെച്ചിട്ടാണ് എഴുതുന്നത്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കോളമൊക്കെ വരച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം സ്ഥലം കിട്ടും അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുപോലെ ആ വീക്കിൽ ചെയ്യേണ്ട കുറച്ച് ടാസ്കുകൾ അതിൻ്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഗ്രോസറി, പ്രിപ്പ് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാണ്ട് പോണു. അപ്പോൾ ഇതൊക്കെയാണ് ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു മിക്സ് വ്ളോഗായിരുന്നു. ട്രാവലും കുക്കിങ്ങും ജേർണലിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.